ഇന്ന് കൊഴുക്കട്ട ശനിയുടെ ആചരണത്തിലൂടെ നാം കടന്നു പോകുകയാണ്. എന്താണ് ഈ കൊഴുക്കട്ട ശനി? കൊഴുക്കട്ട ശനിയുടെ ആചരണത്തിന് പിന്നിലൊരു കഥയുണ്ട്. ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ഈശോ ലാസറിന്റെ ഭവനത്തിലെത്തി. അപ്പോൾ ലാസറിന്റെ സഹോദരിയായ മർത്തയും മറിയവും തിടുക്കത്തിൽ ഈശോയ്ക്ക് വിരുന്ന് നൽകി. മാവ് കുഴച്ചുണ്ടാക്കിയ വിഭവമായിരുന്നു ഇത്. പെസഹായ്ക്ക് മുമ്പ് ഈശോ കഴിച്ച അവസാനത്തെ വിരുന്നായിരുന്നു ഇത്. ഈ വിരുന്നിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് കൊഴുക്കട്ടയുണ്ടാക്കുന്നതും ഈ ആചരണത്തിന് കൊഴുക്കട്ട ശനി എന്ന പേര് വന്നതും. പരമ്പരാഗതമായ രീതിയിൽ അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി കൊഴുക്കട്ട ശനി ആചരിക്കുന്നത്.